വെൽക്കം ബാക്ക് ടു ദി ഡിവൈൻ മെർസി ടേബിൾ ടോക്സ്. ദൈവകരുണയുടെ ഛായാചിത്രത്തിൽ നമ്മുടെ കർത്താവിന്റെ കണ്ണുകളിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഓസീനയുടെ ഡയറി 326 നമ്മുടെ കർത്താവ് പറയുകയാണ്, ഈ ചിത്രത്തിലെ എൻ്റെ നോട്ടം കുരിശിലെ എൻ്റെ നോട്ടം പോലെയാണ്. അതായത് ഈ ചിത്രത്തിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മെ നോക്കും എന്ന് വാക്ക് തരികയാണ്. ആ നോട്ടം കർത്താവ് പറയുകയാണ്, കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ചുറ്റും നിൽക്കുന്നവരെ കർത്താവ് എങ്ങനെയാണ് നോക്കിയത് അതുപോലെയുള്ള ഒരു നോട്ടമായിരിക്കും. നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാടാ എന്ന് വെല്ലുവിളിച്ചവരെയും കർത്താവിൻ്റെ വസ്ത്രത്തിനു വേണ്ടി ചിട്ടിയിട്ട റോമാ പട്ടാളക്കാരെയും കർത്താവ് നോക്കിയത് സമ്പൂർണമായ ക്ഷമയോടെയാണ്. അവിടുന്ന് നോക്കിയത് കരുണാർദ്രമായ കണ്ണുകളോടെയാണ്. ഇതേ നോട്ടം ഈ ചിത്രത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കും എന്ന് നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. കരുണയും കഷ്ടതയും എന്ന അപ്പസ്തോലിക ലേഖനത്തില് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ കർത്താവിന്റെ ഈ നോട്ടത്തെ കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. യേശു പാപിനിയായ സ്ത്രീയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ടവളെ കുറിച്ച് അവിടെ പറയുകയാണ്, യേശു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹിക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനും സ്വതന്ത്രയാക്കപ്പെടാനുമുള്ള അവളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അവിടുന്ന് കണ്ടു. ചുറ്റും നിൽക്കുന്നവർ കണ്ടത് അവളുടെ തെറ്റുകളാണ്, അവളുടെ കുറവുകളാണ്. കൈകളിൽ കല്ലുകളുമായി അവളെ എറിയാൻ നിൽക്കുന്നവർ കണ്ടത് അവളുടെ പാപം നിറഞ്ഞ ജീവിതത്തെയാണ്. എന്നാൽ ഈശോ കണ്ടത് അവളുടെ ഹൃദയത്തെയാണ്, അവളുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളാണ്, അവളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളാണ് കർത്താവ് കണ്ടത്. ദൈവ പൈതലേ, ദൈവ കരുണയുടെ ഛായാചിത്രത്തിന്റെ മുൻപിലേക്ക് നീ കടന്നു വന്ന് ചെന്ന് നിൽക്കുമ്പോൾ ആ പാപിനിയായ സ്ത്രീക്ക് ലഭിച്ചതുപോലെയുള്ള അതേ ദയ നിറഞ്ഞ നോട്ടം, അതേ ക്ഷമ നിറഞ്ഞ നോട്ടം, അതേ കരുണ നിറഞ്ഞ നോട്ടം, കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുപോലും നിനക്കെതിരായി പറയാത്ത ഒരു നോട്ടം നമ്മുടെ കർത്താവ് നമുക്ക് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാ ദിവസവും ദൈവകരുണയുടെ വെഞ്ചരിച്ച ചിത്രത്തിന്റെ മുൻപിൽ പോയി കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഏതാനും മിനിറ്റുകൾ നിൽക്കണം. ഈശോയുടെ കരുണ നിറഞ്ഞ നോട്ടം ഏറ്റുവാക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.